പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി യാതൊരു എതിർപ്പുകളുമില്ലാതെ ഏകാധിപതിയായി വാണ മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ശരിക്കും സഹതാപം തോന്നും. ഒരു കാലത്ത് താൻ പറയുന്നതായിരുന്നു ബംഗാളിലെ നിയമമെങ്കിൽ ഇന്ന് സ്വന്തം കോട്ടയായിട്ടുള്ള ഭവാനിപൂരിൽ ഉൾപ്പെടെ അടിതെറ്റി വീണിരിക്കുകയാണ് ബംഗാളിന്റെ ദീതി. ജനപ്രതിനിധി പോയിട്ട് ഇപ്പോൾ ഒരു MLA പോലുമല്ല, MP യുമല്ല എന്ന ഗതികേടിലാണ് അവർ നിൽക്കുന്നത്. എങ്കിലും പരാജയം അങ്ങോട്ട് സമ്മതിച്ചു തരാൻ തയ്യാറല്ല. മുറിവേറ്റ പെൺകടുവ എന്നൊക്കെ സ്വയം പുകഴ്ത്തുന്നുണ്ടെങ്കിലും വോട്ടർമാർ കൃത്യമായി വോട്ട് കുത്തി വീട്ടിലിരുത്തിയപ്പോൾ കടുവ വെറും കഴുതപ്പൊലിയായോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ പരിഹാസം. ബംഗാൾ പൂർണ്ണമായും കൈവിട്ടതോടെ മമതയുടെ അടുത്ത തന്ത്രം എന്താകും എന്നതിനെ കുറിച്ചാണ് ചർച്ച. ആദ്യത്തെ പരിപാടി സ്വന്തം സംസ്ഥാനത്തെ തോൽവികളിൽ നിന്ന് ഒളിച്ചോടി ഡൽഹിയിലേക്ക് വണ്ടി കയറുക എന്നതാണ്. ഡയമണ്ട് ഹാർബർ സീറ്റിൽ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എങ്ങനെയെങ്കിലും പാർലമെന്റിൽ ഒന്ന് കടന്നുകൂടണം. അതാണ് ഈ പരാജിതയായിട്ടുള്ള നേതാവിന്റെ ഇപ്പോഴത്തെ ശ്രമം. തുടർച്ചയായ തോൽവികളുടെ ഘോഷയാത്രയ്ക്ക് ശേഷം ഒരു വിജയം എന്നത് അവർക്കിപ്പോൾ ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുന്നു. ഇനി മമത ഡൽഹിയിലേക്ക് പോയാൽ ബംഗാളിലെ പാർട്ടി ആരെ ഏൽപ്പിക്കും? അതിൽ സംശയിക്കാനൊന്നുമില്ല. കുടുംബവാഴ്ചയുടെ ഉത്തമ ഉദാഹരണമായിട്ട് സ്വന്തം അനന്തരവൻ അഭിഷേക് ബാനർജി ഉണ്ടല്ലോ, അയാളെ തന്നെ പാർട്ടി അങ്ങ് ഏൽപ്പിക്കും. വിഖ്യാതമായിട്ടുള്ള പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ 2029 ഇപ്പോഴേ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യാനാണ് ദീദിയുടെ മോഹം. സ്വന്തം സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരാണ് ഇനി ഇന്ത്യ മുഴുവൻ നടന്ന് വിഘടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ച് BJPയെ താഴെ ഇറക്കാൻ പോകുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ മമത പുറത്തെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ എന്നാൽ നാടിന് ആപത്തായിട്ടുള്ള ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രമാണ് തെരുവിലിറങ്ങിയുള്ള അഴിഞ്ഞാട്ടം. അതായത് കലാപങ്ങൾ അഴിച്ചുവിടുക. മുഖ്യമന്ത്രിയായി ഭരണത്തിലിരുന്നപ്പോൾ തന്നെ CBIക്കെതിരെ തെരുവിലിറങ്ങി ധർണ ഇരുന്ന് നാടകം കളിച്ച ചരിത്രമുള്ളവരാണ് മമത. അപ്പോൾ പിന്നെ അധികാരം പൂർണ്ണമായും പോയ സ്ഥിതിക്ക് ചോദിക്കാനുണ്ടോ? സ്ട്രീറ്റ് ഫൈറ്റർ എന്ന ആ പഴയ ലേബൽ പൊടിതട്ടിയെടുത്ത് ബംഗാളിൽ കലാപവും അരാജകത്വവും സൃഷ്ടിക്കാനാകും അവർ ഇനി ശ്രമിക്കുക. സ്ത്രീകൾക്കും തൊഴിലില്ലാത്തവർക്കും BJP വാഗ്ദാനം ചെയ്ത മാസം 3000 രൂപയുടെ പദ്ധതികൾ തടസ്സപ്പെടുത്താനും ബംഗാളിൽ BJPയെ സമാധാനപരമായി ഭരിക്കാൻ അനുവദിക്കാതിരിക്കാനും ഒക്കെ അവർ ഗൂഢാലോചന നടത്തും. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പകരം വീട്ടാൻ തെരുവുകളെ കലാപഭൂമിയാക്കുക എന്ന സ്ഥിരം ശൈലി തന്നെയായിരിക്കും നിസ്സഹായയായിട്ടുള്ള മമത ഇനി പയറ്റാൻ പോകുന്നത്. 1999 ലാലു പ്രസാദ് യാദവ് ഒരിക്കൽ കളിയാക്കി പറഞ്ഞിരുന്നു, മമത വളരെ ശക്തയാണ്, ഒരു സാധാരണക്കാരിയല്ല എന്ന്. 1970-കളിൽ വെറുമൊരു കോൺഗ്രസ് പ്രവർത്തകയായി തുടങ്ങി 84-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ സോംനാഥ് ചാറ്റർജിയെ വീഴ്ത്തിയ ജയൻ കില്ലറാണവർ. 1998-ൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ച നേതാവ്. അങ്ങനെ പടിപടിയായി ഉയർന്ന ഗ്രാഫാണ് ഇന്ന് കുത്തനെ താഴോട്ട് പതിച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റുമോ? സിംഗൂരും നന്ദിഗ്രാമും കാണിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി 2011-ൽ 34 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് അധികാരത്തിൽ വന്ന മമത പിന്നീട് അതേ ജനങ്ങളെ അടിച്ചമർത്തുന്നതാണ് ലോകം കണ്ടത്. വെള്ളസാരിയും ഹവായി ചെരുപ്പുമിട്ട് ഒരു സന്യാസിനിയെ പോലെ നടന്നിരുന്ന ഒരു ഏകാധിപതിയുടെ തനിനിറം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് BJPയുടെ ഈ വൻ മുന്നേറ്റം. ചുരുക്കത്തിൽ വെറുമൊരു പരാജയം എന്നതിനപ്പുറം മമതാ ബാനർജി എന്ന രാഷ്ട്രീയ തെരുവ് നാടകക്കാരിയുടെ തന്നെ അവസാനത്തിന്റെ തുടക്കമാണ്. തോൽവി സമ്മതിക്കാതെ ഞങ്ങൾ തോറ്റിട്ടില്ല, രാജിവെക്കാൻ ലോക്ഭവനിലേക്ക് പോവില്ല എന്നൊക്കെ അവർ വിലപിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. മുറിവേറ്റ കടുവ ഏറ്റവും അപകടകാരിയാണ് എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ടെങ്കിലും പല്ലും നഖവും കൊഴിഞ്ഞ സ്വന്തം കോട്ടയിൽ പോലും തോറ്റമ്പി നിൽക്കുന്ന ഒരു കടുവയെ കാട്ടിലെ മറ്റു മൃഗങ്ങൾ പോലും ഇപ്പോൾ ഭയപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വഴിയെ പോകുന്ന അണ്ണാൻ കുഞ്ഞുവരെ മുഖത്ത് നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ട് പോകും. അമ്മാതിരി നെകളിപ്പാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ തന്നെ മമതയുടെ പഴയ പല കുസൃതികളെ പറ്റി വിശദമായി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. RG-കർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറിന്റെ പീഡനവും, സന്ദേശ് കാലി കൂട്ടബലാത്സംഗവും, ഹിന്ദു ക്ഷേത്രങ്ങൾ അടച്ചു പൂട്ടുന്നതും, ഹിന്ദു ഭവനങ്ങളെ ആക്രമിക്കാൻ മതമൗലികവാദികൾക്ക് വിട്ടുകൊടുത്തിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കുന്നതും, ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇലക്ട്രിക് ഫെൻസ് കെട്ടാൻ സഹകരിക്കാതിരിക്കുന്നതും ഒക്കെ എന്ന് വേണ്ട കുറുമ്പുകൾ ഒത്തിരി കാണിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മുടെ മമത. പേരിൽ മാത്രം മമതയുള്ള ഈ ഒരു സ്ത്രീ ഡൽഹിയിൽ പോയി ദേശീയ നേതാവാകാൻ നോക്കിയാലും, ബംഗാളിലെ തെരുവുകളിൽ ഇറങ്ങി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ബംഗാളിലെ ജനങ്ങൾ നൽകിയ ഈ വലിയ പ്രഹരത്തിൽ നിന്ന് കരകയറാൻ മമതയ്ക്ക് ഇനി സാധിക്കില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചിട്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്ന് മോക്ഷം നേടാൻ ഇനിയുള്ള ജീവിതം തീർത്ഥാടനവും രാമനാമ ജപവും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നതാണ് ദീദിക്ക് നല്ലത്. ന്യൂസ് ഡെസ്ക്.